കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. ഒന്നെങ്കിൽ ചെറുപ്പക്കാർ പിള്ളേരെ അടിക്കാൻ ഓടിക്കരുത്, അല്ലെങ്കിൽ ഓടിക്കാൻ തന്നെ അവിടുത്തെ പൂച്ച പിടിച്ച് കെട്ടിയിടണം. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ മൂത്രപ്പുരയുടെ പരിസരത്തായി സിഗരറ്റ് കുറ്റികൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അതിന് കാരണം ഒരുപക്ഷെ സാമൂഹ്യ വിരുദ്ധരാവാം, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആവാം, ചിലപ്പോൾ സ്റ്റുഡൻസും ആവാം. You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different? Man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow, you can't be a pro, don't waste your time no more. Who the fuck are you to tell me what to do? I don't give a... Sir, ഇവിടുത്തെ ഫുഡ് ഭയങ്കര മോശമാണ്. ആണോ? ആ, ഇപ്പം സാറ് പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം നമുക്ക് ജ്യൂസ് വല്ല ഓർഡർ ചെയ്താലോ? സ്മോൾ സൈസ് ഫോർ സേഫ്റ്റി. One Pepsi, please. Okay. Excuse me, sir. Would you like to have anything else? No, that's all. No. Okay, I'll get the bill for you. Ali, what are you doing? He's the owner of this restaurant. Oh, sorry, sir. Sorry, sir. Hotel owner. എനിക്ക് സംഭവം ചെക്കൻ്റെ കൂട്ടാൻ്റെ കൂട്ടത്തിൽ വന്നാ. രാധിക, നിന്റെ കരിയറെ പറ്റി ആലോചിക്കണം. ഇപ്പൊ കല്യാണം നടത്തിയാൽ തന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശേഖർ, ഏതായാലും ഇതിന് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെ? ഇങ്ങനെ കല്യാണം കഴിക്കാണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് സെറ്റിൽ ആവാൻ നോക്ക്. ഇവരൊന്നും സെറ്റായിട്ട് വേണ്ടത് സെറ്റിൽ ആവാൻ വേണ്ടി, എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടി. നിന്നോടല്ല മിണ്ടാരിക്കാൻ പറഞ്ഞു. മിണ്ടായിരിക്കാനല്ലോ പറഞ്ഞ ആരും നീ നല്ലോ ചേർത്ത് നമ്മുടെ ശരിയാക്കുന്നേ ഒന്ന് നോക്കി. ഇത് തന്നെ. പക്ഷേ മെസ്സിനെ ഒന്നും വലുതേക്ക് ചെയ്യും. പിന്നെ ഒരു വലിയ സിംഹത്തിന്റെ തല. ഈ സിംഹത്തിന്റെ തലടുത്ത് മെസ്സിക്ക് അങ്ങോട്ട് പടക്കി ഒരിക്കും. ശരിയാ. അപ്പൊ മെസ്സിയുടെ തലയോ? മെസ്സിയുടെ തല സിംഹത്തിനോട് പടക്കി. ഓ, ഒരു ഹെർമൻ കുണ്ടട്ട് വന്നിരിക്കുന്നു. ഇംഗ്ലീഷിന് എന്താണ് കുഴപ്പം? പുട്ടാണെങ്കിൽ പുട്ടല്ലേ മാഷെ? അതെങ്ങനെ ബട്ടായി? നൈഫ് എന്നല്ലേ ശരിക്കും വായിക്കണ്ടേ? അതെങ്ങനെ നൈഫായി? അവിടെ സൈലന്റ് ആണ്. സൈലന്റ് ആണെങ്കിൽ എന്തിനാ എന്നെ വെറുതെ കൊണ്ട് മുമ്പിലിട്ടിരിക്കുന്നത്? അതിനെ എന്റെ പാട്ടിനോട്ടൂടെ? സച്ചിൻ, മെസ്സി ഒക്കെ പത്തനം പറ. ഇപ്പൊ എനിക്ക് കിട്ടിയ ജയിൽക്കുള്ളികളാണ്. കളിക്കാരാണോ? ഒരു പണിയില്ലാണ്ട് കളിച്ചു നടക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞ മേലെ കയറിയാലുണ്ടല്ലോ. അതെ, കൈമ രാവിലെ ഒരു കുരു വന്നടാ. അപ്പൊ ഞാൻ പൊട്ടിച്ചോളഞ്ഞ് ഇപ്പൊ കഴുത്തിൽ വന്നിട്ട്. നിന്റെ വലുതേമ കണ്ട കുരു. അയ്യോ, നീ നല്ല കപ്പ ഉണ്ടാക്കുന്നേ. എനിക്ക് എന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ? ഹാ, നമസ്കാരം സിദ്ധാർത്ഥി. ഞാൻ അമ്മയോട് കപ്പയുടെ റെസിപ്പി ചോദിക്കായിരുന്നു. കപ്പയുടെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാലോ. ആദ്യം കുറച്ച് ചെറുപയർ പൊടിയും സാമ്പാർ പൊടിയും ശർക്കര പൊടിയും കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് പച്ചമുളകും ക്യാപ്സിക്കോണും സോയാ സോസും ചില്ലി സോസും അജീനമോട്ടോ ഇട്ട് കഴിയുമ്പോൾ നല്ല രുചികരമായ കപ്പ തയ്യാറാകും. വേണേ അവസാനം കുറച്ച് കപ്പ ഇട്ടോട്ടെ. അതൊരു ചായ എങ്ങട്ടാ കൂടെയും കൊണ്ട്? ഉഴവൂർ പള്ളിയിൽ ധ്യാനത്തിന് പോവാ. കൂടുതൽ എന്നതാ? കൂടുതൽ നിന്റെ തന്ത. പ്രാർത്ഥിച്ചിട്ട് കഴിക്കാം. എന്തോ പ്രാർത്ഥിച്ച്? പ്രാർത്ഥിക്കേ ഊന്നും 2 ലാർജ് അടിക്കണായിട്ട് സങ്കല്പിച്ച മാറി. ഈക്വലി രണ്ടുപേരും കുറെ കാര്യങ്ങളൊക്കെ. ഭയങ്കര ബിസിനസ്സുകാരനായിരുന്നു. അതായത് ഓറിയന്റ് ഫാൻ എന്ന് പറയുന്ന ഫാനിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. അതാണ് എണ്ണാതെ വെക്കുന്നത് എടുത്തോണ്ട് പോകാൻ പറ്റുന്നത്. ഓറിയന്റ് ഫാന്, സൗണ്ട് ഡിസ്റ്റർ എന്ന് പറയുന്ന റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബിസിനസ് ആയിരുന്നു പുള്ളി. 1000 രൂപയ്ക്ക് റേഡിയോ മേടിച്ചിട്ട് 800 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ ഭയങ്കര റിച്ച് ആയിരുന്നു പുള്ളി.